ഫാൻസ് അസോസിയേഷൻ അപ്രേമിനെ പുറത്താക്കി. ഇനി നിയമയുദ്ധം. കഞ്ഞിക്കുഴി പൈശാചിക സമുദായത്തിന്റെ പള്ളി പിടിച്ചു പറയുകയും 34-ലെ കൊച്ചു പുസ്തകത്തിന് വിശുദ്ധ വേദപുസ്തകത്തിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നതിനുമെതിരെ അടൂർ കടമ്പനാട് ദേശത്തിന്റെ നാടുവാഴി അപ്രേം മെത്രാൻ തലയിൽ സ്വബോധം വന്ന ഏതോ ഒരു ദുർബല നിമിഷത്തിൽ നടത്തിയ പ്രസംഗത്തെ ചൊല്ലിയുണ്ടായ വിവാദത്തിന് അർദ്ധവിരാമം ഇട്ടുകൊണ്ട് ആദ്യ നടപടി ഉണ്ടായിരിക്കുകയാണ്. ITV ന്യൂസ് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ മെത്രാനെ ഭദ്രാസനത്തിൻ്റെയും ഭരണപരമായ എല്ലാ ചുമതലകളിൽ നിന്നും വിടർത്തിയിരിക്കുന്നു. ഇവന്മാരുടെ ഇമാതിരി പണിക്ക് വിടർത്തുക എന്നാണ് ഇവന്മാർ തന്നെ പറയുന്നത്. ഇതായിരിക്കണം നടപടിയെന്ന് 2 ദിവസം മുമ്പേ അധോലോകം ഭരിക്കുന്ന ഫാൻസ് അസോസിയേഷൻ തീരുമാനമെടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ITV ന്യൂസ് ഇന്നലെ തന്നെ ഇപ്രകാരം ഒരു വാർത്ത നൽകിയത്. അതാണ് ഇന്ന് സംഭവിച്ചത്. അതിൽ കൂടുതലൊന്നും പുതുമകളൊന്നുമില്ല ഇന്ന് ഈ വിഷയത്തിൽ. അപ്രേമിനെ സെമിനാരി ചുമതലകളിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. മുൻപ് സെമിനാരി വിദ്യാർത്ഥികളെ പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയവനാണ് ശിക്ഷാ നടപടികൾ വിശദീകരിച്ച് കുറിപ്പിറക്കിയത് എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. എന്തായാലും അപ്രേമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദുഃഖവെള്ളിയാണ്. 3-ാം ദിനം ഉയർത്തില്ലെങ്കിലും 3-ാം മാസമെങ്കിലും ഉയർക്കാം എന്ന പ്രതീക്ഷയിലാണ് അപ്രേം. ഇന്ന് സിനഡ് എന്ന് പറഞ്ഞ് നടന്നത് വെറും ഒരു പ്രഹസനം മാത്രമാണ്. ഇന്നലെ തന്നെ മാധ്യമങ്ങൾക്ക് നൽകേണ്ടുന്ന പത്രക്കുറിപ്പ് ഫാൻസ് അസോസിയേഷൻ കുണ്ടറപ്പണിക്കരുടെ പേരിൽ പ്രിന്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്രകാരമായിരുന്നു: മലങ്കര സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നകദോസ് തീരുമാനം, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അടൂർ കടമ്പനാട് ഭദ്രാസന മെത്രാപ്പോലീത്ത സക്കറിയാസ് മാർ അപ്രേം തിരുമേനിയെ ഭദ്രാസന ഭരണത്തിൽ നിന്നും സഭയുമായി ബന്ധപ്പെട്ട എല്ലാ ഭരണപരമായ കാര്യങ്ങളിൽ നിന്നും സഭയുടെ വൈദിക സെമിനാരിയിലെ ചുമതലകളിൽ നിന്നും ഇനിയൊരു കൽപ്പന ഉണ്ടാകുന്നതുവരെ മാറ്റി നിർത്തുവാൻ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നകദോസ് തീരുമാനിച്ചു. അദ്ദേഹം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടത്തിയ പ്രസംഗങ്ങളിൽ സഭയുടെ ഔദ്യോഗിക നിലപാടുകൾക്ക് എതിരായ പരാമർശങ്ങൾ ഉണ്ടായി എന്നതാണ് നടപടിക്ക് കാരണമായത്. 1934-ലെ ഭരണഘടന എന്ന നാമത്തിൽ അറിയപ്പെടുന്ന മലങ്കര സഭാ ഭരണഘടനയെ താഴ്ത്തി സംസാരിക്കുവാനും സഭയ്ക്ക് അനുകൂലമായ കോടതി വിധികൾ അപ്രധാനമാണെന്ന് പറയുവാനും ഇടയായത് സഭാമക്കളിൽ വലിയ എതിർപ്പുകളും പ്രതിഷേധങ്ങളും സൃഷ്ടിച്ചിരുന്നു. സഭാധ്യക്ഷനും മലങ്കര മെത്രാപ്പോലീത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയ്ക്ക് ലഭിച്ച പരാതികൾ പരിഗണിക്കുവാനായാണ് പ്രത്യേക സുന്നകദോസ് ചേർന്നത്. കേട്ടല്ലോ പത്രക്കുറിപ്പ്. കൊലക്കേസിലും പെണ്ണുകേസിലുമെല്ലാം പെട്ട അടിപ്പാവാട മെത്രന്മാരെയെല്ലാം ബന്ദികളാക്കി ഒരു കോക്കസാണിന്ന് ഓർത്തഡോക്സ് സഭയുടെ അധോലോകത്ത് ഭരണം നടത്തുന്നത് എന്ന് ഞങ്ങൾ മുൻപേ പറഞ്ഞിരുന്നല്ലോ. ഇന്ന് നടന്ന വട്ടമേശ സമ്മേളനത്തിൽ 19ഓളം മെത്രാന്മാർ പങ്കെടുക്കുകയുണ്ടായി. ആദ്യം വന്നത് യാക്കോബായ സഭയെ വഞ്ചിച്ച് അവർ കിടക്കാൻ കൊടുത്ത പായ വരെ അടിച്ചുകൊണ്ട് പോകുന്ന മറുകണ്ഠം ചാടിയ കുലംകുത്തി മിലിത്തിയോസ് ആയിരുന്നു. വയറ് പുറത്തു കാണാതിരിക്കുവാൻ 4 ഇൻഷേപ്പൊക്കെ കെട്ടിയായിരുന്നു മിലിത്തിയോസ് വന്ന് ചാടി ഇറങ്ങിയത്. രണ്ടാമതായി എത്തിയത് സെമിനാരി വിദ്യാർത്ഥികളുടെ പേടി സ്വപ്നമായിരുന്ന കുണ്ടറപ്പണിക്കരായിരുന്നു. യൂലിയോസ് മെത്രാൻ വല്ലതും ശാപ്പിടേണ്ടി വന്നാൽ പരവേശമുണ്ടാകാതിരിക്കുവാൻ ഇടക്കെട്ടൊന്നും ഇടാതെ സ്വതന്ത്രനായാണ് വന്നു കയറിയത്. പൂച്ചാണ്ടി വേഷം ധരിക്കുമ്പോൾ സഭയുടെ പ്രോട്ടോക്കോൾ ഒന്നും യൂലിയോസ് സാധാരണ പാലിക്കാറില്ല. 5 പൈസ കുറവുള്ള കരിമാങ്കുഴി പുലിക്കോടന് ആ കാരണങ്ങളാൽ തന്നെ അല്പം ഇളവ് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അടിയിൽ പാൻറ്റും ഇടക്കെട്ടൊന്നും ഇല്ലെങ്കിലും യൂലിയോസിന് ഇളവുണ്ട്. കാരണം സുഖമില്ലാത്ത ചക്കനാണ്. മെഡിക്കൽ കോഴക്കേസിൽ 1-ാം പ്രതിയായ പട്ടപ്രമോദും തുള്ളിച്ചാടി കയറിപ്പോകുന്നുണ്ടായിരുന്നു, എന്തോ മലമറിക്കും എന്ന ഭാവത്തിൽ. അംശവസ്ത്രത്തെ അരമനമേരിക്ക് അടിപ്പാവട ഉണ്ടാക്കുവാൻ ദാനമായി നൽകിയ മലങ്കര കുറുക്കൻ എന്നറിയപ്പെടുന്ന നിക്കോദിമോസിനെ എന്തോ ആ വഴിയൊന്നും കണ്ടില്ലെന്ന്. മെത്രാന്മാരുടെ വട്ടമേശ സമ്മേളനത്തിലും അടൂർ മെത്രാൻ അപ്രേം തന്റെ നിലപാട് മാറ്റിയില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. മാപ്പ് പറഞ്ഞില്ല, സത്യമാണ് പറഞ്ഞത്, പറഞ്ഞ വാക്കുകൾ വിഴുങ്ങുന്നില്ല, എന്ത് നടപടിയെടുത്താലും പ്രശ്നമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുകയുണ്ടായി. ഫാൻസ് അസോസിയേഷൻ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ കുനിച്ചു നിർത്തി ഇടിക്കും എന്നതുകൊണ്ട് മത്തായി മൂന്നാമനും ഒന്നും മിണ്ടിയില്ല. അപ്രേമിനെ ചുമതലകളിൽ നിന്ന് കുണ്ടറപ്പണിക്കർ വിടർത്തിയ കാര്യം മനോരമ ന്യൂസ് കണ്ടാണ് മത്തായി മൂന്നാമനും അറിയുന്നത്. മത്തായിക്ക് തൻ്റെ ഈ ഗതികേട് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? മെത്രാന്മാരുടെ വട്ടമേശ സമ്മേളനം തുടങ്ങിയപ്പോഴേ ആവേശം പൂണ്ട് ഫാൻസ് അസോസിയേഷൻകാർ തലേ ദിവസം തയ്യാറാക്കി വെച്ചിരുന്ന പത്രക്കുറിപ്പുകൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ കൂടി ചന്നം ഭിന്നം എറിഞ്ഞു തുടങ്ങി. വട്ടമേശ സമ്മേളനം പകുതിയായപ്പോഴേ ചാനലുകളിൽ അപ്രേമിനെ പുറത്താക്കിയെന്ന വാർത്തകൾ വന്നും തുടങ്ങി. സത്യസുവിശേഷം പറഞ്ഞ തന്നെ ഭരണഘടനാ വിരുദ്ധമായി പുറത്താക്കിയ നടപടികൾക്കെതിരെ
നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് അപ്രയം പറഞ്ഞതായാണ് വിവരം. അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് നൽകിയ പത്രക്കുറിപ്പിൽ കണ്ട ആ തലക്കെട്ട് ഇപ്രകാരമായിരുന്നു: മലങ്കര സഭയുടെ പരിശുദ്ധ സുന്നകദോസ് തീരുമാനം. എന്ത് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നകദോസ്? അത്താനാസ്യോസ് കൊലക്കേസിലെ FIR-ൽ 1ഉം 2ഉം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ അധ്യക്ഷത വഹിച്ച വട്ടമേശ സമ്മേളനം. പട്ടയടിച്ച് പട്ടിയെ കെട്ടിപ്പിടിച്ച് കിടന്നവൻ, അതും പോരാഞ്ഞ് MBBS സീറ്റ് തട്ടിപ്പ് കേസിലെ 1ആം പ്രതി ഇരുന്ന വട്ടമേശ സമ്മേളനം. പെണ്ണ് പിടിക്കാൻ പോയി പിടിക്കപ്പെട്ട് തെങ്ങിൽ കെട്ടിയിട്ട് നാട്ടുകാർ അടി കൊടുത്തവൻ, അരമനമേരി എന്ന കുശിനിക്കാരിക്ക് ഗർഭമുണ്ടാക്കിയവൻ, ഭർത്താവ് രോഗബാധിതനായി കിടക്കുന്ന വീട്ടമ്മയോട് തൻ്റെ കീപ്പാകാമോ എന്ന് ചോദിച്ചവൻ, നടുവേദനയാണെന്നും പറഞ്ഞ് ചിങ്ങോലിയിലെ മസാജിംഗ് പാർലറിൽ വന്ന് സ്ഥിരം ഉഴിച്ചിൽ നടത്തുന്നവൻ, പെണ്ണുകേസുകൾ ഒതുക്കുവാൻ അരമന പണയം വെച്ചവൻ, സിഫിലിസ് പിടിച്ച് പരിമല ആശുപത്രിയിൽ ചികിത്സിച്ചാൽ വിശ്വാസികൾ അറിയും, അതുകൊണ്ട് എറണാകുളത്തെ ഒരു കോർപ്പറേറ്റ് ആശുപത്രിയിൽ പോയി അഗ്രചർമ്മം നീക്കം ചെയ്തവൻ അടക്കം ഇരിക്കുന്നവൻ ഒക്കെ എങ്ങനെ പരിശുദ്ധ സുന്നകദോസാകും? ഇനി മേലാൽ ഈ വൃത്തികെട്ടവന്മാരെ ഒറ്റയൊരെണ്ണത്തിനെയെങ്കിലും പരിശുദ്ധ എന്ന് ചേർത്ത് എവിടെയെങ്കിലും പറയുന്നത് കേട്ടാൽ ഇവന്മാരുടെ സകല ചരിത്രവും ഞങ്ങൾ പുറത്തുവിടും. കഞ്ഞിക്കുഴി മത്തായി എഴുതിയ പുതിയ സുവിശേഷം ഇപ്രകാരമാണ്: വ്യഭിചാരികൾക്ക് സംരക്ഷണവും തീവട്ടികൾക്ക് ഉന്നത പദവികളും സുവിശേഷം വിളമ്പുന്നവർക്ക് ദണ്ഡനവും നൽകുവാൻ എന്നെ ഫാൻസുകാർ ആക്കിയിരിക്കുന്നു. പരിശുദ്ധ സുന്നകദോസ്, പരിശുദ്ധ സുന്നകദോസ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.